നമസ്കാരം. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരും ജ്യോതിഷ തൽപരരും ജ്യോതിഷത്തിൽ സാമാന്യമായ അറിവുള്ളവരുമായ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തേത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. എങ്കിലും അതിനൊരു കാലിക പ്രാധാന്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഗ്രഹമാറ്റങ്ങൾക്കൊക്കെ ഇടയിൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നു വരുന്ന ഒരു പ്രവണതയാണ് ഒരു ജ്യോത്സ്യനോട് ഫലം ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോഴത്തേക്കും എൻ്റെ ഭാവി എങ്ങനെയുണ്ട്, എൻ്റെ അനുഭവങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. അതായത് സ്ഥല കാല സന്ദർഭ അനുയോജ്യമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതി ഇപ്പം പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയാം എന്ന് വെച്ചത് നിങ്ങളുടെ അറിവിലേക്കായിട്ട്. അതായത് എല്ലാ സ്ഥലത്ത് വെച്ചും നമ്മൾ ഒരു ഫലപ്രവചനം നടത്താൻ പാടില്ല എന്ന് ജ്യോതിഷ വിദ്യാർത്ഥികളെ, ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചവരെയെല്ലാം ഗുരുക്കന്മാർ പറയാറുണ്ട്. അതായത് ജ്യോതിഷം നമ്മൾ നോക്കുമ്പം അല്ലെങ്കിൽ കവടി വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രവചനം ഇപ്പോൾ കേന്ദ്രം, ത്രികോണം തുടങ്ങിയവയുടെ അവസ്ഥ വെച്ച് താൽക്കാലികമായൊരു ഫലം പറയുമ്പോൾ അല്ലെങ്കിൽ അന്നേരത്തെ നിമിത്തം വെച്ച് നമ്മൾ ഫലം പറയുമ്പോൾ വെറുതെ ഒരു ഫലം പറയാൻ പാടില്ല. അതിന് കുറച്ച് ദൈവാധീനം കിട്ടുന്ന സ്ഥലത്ത്, സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വെച്ച് മാത്രമേ ജ്യോതിഷ പ്രവചനം പാടുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രശ്നമാർഗം പോലുള്ള ഗ്രന്ഥങ്ങളിലും ഫലപ്രവചനം തുടങ്ങിയവയെ സംബന്ധിച്ചുള്ള ആധികാരിക ഗ്രന്ഥങ്ങളിലെല്ലാം അത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ദൈവജ്ഞൻ ഏതൊക്കെ സ്ഥലത്ത് നിന്ന് പ്രശ്നം പറയാൻ പാടില്ല എന്നുള്ളതിന് പ്രത്യേക ഒരു പ്രമാണം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് പങ്കുവെക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മഹാവനെ ശ്മശാനാന്തേ നിമ്നോച്ച ശൂന്യമന്ദിരേ ഗൃഹേ ചാർത്തജനേ പ്രേതക്രിയാദ്യ അശുഭകർമ്മണി ജലാഗ്നി ശുഷ്കവൃക്ഷാന്തേ തഥൈവേന്ദ്രിയ ചേതസ അനിഷ്ടതേ പ്രദേശേജ പ്രശ്ന നാപ്നോത്യ ഭീപ്സിതം. ഇതാണ് അതിൻ്റെ പ്രമാണം. അതായത് മഹാവനെ, കൊടുങ്കാട്ടിൽ വെച്ച് ഫലം പറയാൻ പാടില്ല. ശ്മശാനാന്തേ, ശ്മശാനത്തിൽ മനുഷ്യ ശരീരം, ജഡമായിട്ടുള്ള ശരീരം ദഹിപ്പിക്കുന്ന സ്ഥലത്ത് വെച്ച് പറയാൻ പാടില്ല. അല്ലെങ്കിൽ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊന്നും വെച്ച് പറയാൻ പാടില്ല. അതുപോലെ തന്നെ നിമ്നോച്ചെ എന്ന് പറഞ്ഞാൽ കുന്നും കുഴിയുമായിട്ട് കിടക്കുന്ന നിരപ്പില്ലാത്ത ദുർഘടമായ സ്ഥലങ്ങളിൽ വെച്ച് പറയാൻ പാടില്ല. ശൂന്യമന്ദിരേ, ആൾതാമസമൊന്നും ഇല്ലാതെ ശൂന്യമായിട്ട് കിടക്കുന്ന വീടുകളിൽ വെച്ച് ഫലം പറയാൻ പാടില്ല. ഗൃഹേ ചാർത്തജനേ, അങ്ങനെ ശൂന്യം ആയിട്ട് കിടക്കുന്ന മന്ദിരത്തിൽ വെച്ച് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഈ അജ്ജനം എന്ന് പറഞ്ഞാൽ എള്ളുകൊണ്ട് കർമ്മം ചെയ്യുന്ന എവിടെയാണ്? പ്രേതകർമ്മമാണ്. അതായത് മരണക്രിയകൾ, മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ഫലം പറയാൻ പാടില്ല. പ്രേതക്രിയാദ്യ അശുഭകർമ്മണി, അതായത് പ്രേതാവാഹനം തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നിടത്ത് വെച്ച് പറയാൻ പാടില്ല. ദുഃഖിതന്മാരായ ജനങ്ങളോട് കൂടിയ വീട്ടിൽ വെച്ച് പറയാൻ പാടില്ല. പിന്നെ ക്ഷൗരാദിക്രിയകൾ ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് പറയാൻ പാടില്ല. അശുഭകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് വെച്ചും നമ്മൾ പറയാൻ പാടില്ല. പിന്നെ ജലാഗ്നി ശുഷ്കവൃക്ഷാന്തേ, വെള്ളം, ജലാശയങ്ങളിൽ വെച്ച് നമ്മൾ ഫലം പറയാൻ പാടില്ല. അഗ്നി, തീ കത്തുന്നതിനടുത്തെന്ന് പറഞ്ഞാൽ വലിയ, നമ്മളിപ്പം കുറേ ഇലകളും ഒക്കെ കൂട്ടി തീയിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊന്നും വെച്ച് പറയാൻ പാടില്ല. അഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അല്ലാതെ നമ്മൾ ഹോമാഗ്നി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഹോമകുണ്ഡത്തിൻ്റെ സമീപത്ത് വെച്ചും അങ്ങനെ ഫലം പറയാറില്ല. എപ്പോഴും നമ്മൾ ഫലം പറയുന്നത് എവിടെയാണ്? നിലവിളക്കിൻ്റെ അഗ്നി മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അതിൻ്റെ സമീപത്തായിട്ട്. പിന്നെ ശുഷ്കവൃക്ഷാന്തേ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ മരങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ തഥൈവ ഇന്ദ്രിയ ചേതസാം അനിഷ്ടതേ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അനിഷ്ടമായ സ്ഥലത്ത് വെച്ച്, നമുക്ക് ഒരു വെറുപ്പ് തോന്നുന്ന പ്രദേശങ്ങളിലൊന്നും വെച്ച് നമ്മൾ ഫലങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്താണ്? പ്രഷ്ട നാപ്നോത്യ ഭീപ്സിതം. ഇങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് ഫലം ചോദിച്ചാൽ പൃച്ഛകന് യാതൊരു ഫലവും ഇല്ല, ദൈവജ്ഞൻ പറയുന്നതിനും ഒരു ഫലവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കണം എന്ന് ജ്യോതിഷം അതിൻ്റെ ഫലം അറിയാൻ ആഗ്രഹിക്കുന്ന, സ്വന്തം ഭാവി ഫലം അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ശരിയായ ഫലം അറിയണം എന്നുണ്ടെങ്കിൽ മനസ്സിനും ശരീരത്തിനും തൃപ്തികരമായ
ഒരു ദൈവാധീനമുള്ള സ്ഥലത്ത് വെച്ച് മാത്രമേ നമ്മൾ പ്രശ്നം നോക്കി ഫലം പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവജ്ഞനോട് മാത്രമേ ഫലം ചോദിക്കാൻ പാടുള്ളൂ. ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ, നമ്മൾ വിനോദയാത്രകൾ പോകുമ്പോൾ, ടൂറ് പോകുന്നതിനിടയിൽ ഫലം ചോദിക്കുക, അല്ലെങ്കിൽ ബോട്ടിൽ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് ഫലം ചോദിക്കുക. അതുപോലെ തന്നെ വലിയ ബഹളങ്ങളുള്ള ബഹളങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ജ്യോതിഷം അറിയാവുന്ന ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഫലം ചോദിക്കുക. ഇത്തരം കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല. നമ്മുടെ പ്രമാണപ്രകാരം എപ്പോഴും മനസ്സിന് സ്വസ്ഥതയും ശരീരത്തിന് സ്വസ്ഥതയും പരസ്പരം നമുക്ക് ആ എനർജി കൈമാറ്റം നടത്താൻ സാധിക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രമേ ഫലം ചോദിക്കാവുള്ളൂ, ഫലം ജ്യോത്സ്യൻ പറയുകയും ചെയ്യാവുള്ളൂ. ഈ ഒരു കാര്യമാണ് വളരെ ചുരുക്കത്തിലൊന്ന് പറഞ്ഞു പോകാം എന്ന് വെച്ചത്. പ്രശ്നമാർഗത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. നമ്മൾ പ്രശ്നം പറയുമ്പോഴത്തേക്കും ആ കവടികളുടെ എണ്ണം മാത്രമല്ല നോക്കുന്നത്, തൽക്കാല നിമിത്തങ്ങളെയും അവിടെ വരുന്ന ആളുകളെയും എല്ലാം നോക്കി ആ സമയത്തുള്ള പ്രത്യേക ആ സമയത്ത് സംഭവിക്കാൻ ഉള്ള പല കാര്യങ്ങളും നോക്കിയാണ് ഫലം പറയാറുള്ളത്. ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും കൃത്യമായ ഫലപ്രവചനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയില്ല. സമയത്തിന് വളരെ പ്രത്യേകതയുണ്ട്. പ്രശ്നം വെക്കുന്ന സ്ഥലം, സമയം തുടങ്ങിയവയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിനൊരു കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ചുറ്റും നമ്മളിപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനും ചെവി കൊണ്ട് കേൾക്കുന്നതിനൊക്കെ വളരെ പരിമിതിയുണ്ട്. ഇത് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. നമുക്കിപ്പം അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് പറ്റുകയില്ല. നമുക്ക് സാധാരണ പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് മാത്രമാണ് വസ്തുക്കളെ കാണാൻ സാധിക്കുന്നത്. മറ്റു പല ജീവികൾക്കുമുള്ള കഴിവൊന്നും നമുക്കില്ല. അതുപോലെ തന്നെ കേൾവി, ഇത്ര 20 ഹെർട്സിന് മുകളിലുള്ള ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 20,000 ഹെർട്സിന് താഴെയുള്ള ശബ്ദമേ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നമുക്ക് പരിമിതികളുണ്ട് പഞ്ചേന്ദ്രിയങ്ങൾക്ക്. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന കുറച്ച് ചെടികളും മരങ്ങളും ജന്തുക്കളും ഒക്കെ നമ്മളും കുറേ പാറക്കല്ലുകളും ഒക്കെ മാത്രമേ ഭൂമിയിലുള്ളൂ എന്ന് വിചാരിച്ചാൽ അത് വലിയ വിഡ്ഢിത്തമാണ്. ഒരുപാട് എനർജി ട്രാൻസ്ഫറുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭൂമിയെന്നും ജീവനെന്നും ജീവനില്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൺഫൈൻ ചെയ്ത് വളരെ സങ്കുചിതമായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം ഒരു തമാശയായിട്ട് തോന്നുന്നത്. പക്ഷേ നമുക്ക് ചുറ്റും നമ്മളറിയാതെ ഒരുപാട് എനർജി ഫോംസ് ഉണ്ട്. അപ്പോൾ അതിനെക്കൂടെ കണക്കിലെടുത്ത് വേണം നമ്മൾ ഇത്തരം ശാസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ. മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ പഴയ വൈദ്യന്മാർ പോലും സമയം നോക്കി മാത്രമേ ആ മരുന്നുകൾ കൊടുക്കുകയുള്ളായിരുന്നു. തിഥിയും കരണം, നിത്യയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി മാത്രമാണ്. അതുപോലെ തന്നെ ചില ദിവസങ്ങൾ, ചില ആഴ്ച, അതായത് ചില വാരങ്ങളും തിഥികളും ഒത്തുവരുന്ന സമയത്ത് മാത്രമാണ് ചില മരുന്നുകൾ കൊടുത്തിരുന്നത്. അതുപോലെ ചില വാരങ്ങളും തിഥികളും ഒത്തുവന്നാൽ മരുന്ന് കൊടുക്കാറുമില്ല. അപ്പോൾ അതൊക്കെ ഈ ആയുർവേദവും ജ്യോതിഷവുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധമാണ്, വൈദ്യവും ജ്യോതിഷവുമായിട്ട്. എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും സമയം വളരെ പ്രധാനമാണ് ജ്യോതിഷത്തിൽ. അതുപോലെ തന്നെ സ്ഥലവും. നമ്മൾ ജാതകം ഗണിക്കുമ്പോഴും അങ്ങനെയാണല്ലോ, ജനിക്കുന്ന സ്ഥലവും സമയവും വളരെ പ്രധാനമാണ്. തീയതി പോലെ തന്നെ അതിനേക്കാൾ വളരെ പ്രധാനമാണ് സമയം എന്ന് പറയുന്നത്, ആ സമയത്തുള്ള ഗ്രഹാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് പൊതുവായിട്ടൊരു കാര്യം സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനൊരു കാലിക പ്രാധാന്യമുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ക്ഷമിക്കുക. എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു പ്രവണത സ്ഥിരം കാണുന്നത് കൊണ്ട് മാത്രം സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.